ഈ മാത്യൂസും ആയിഷയും തമ്മില് അങ്ങോട്ടും മാച്ച് ആവുന്നില്ല. ഞങ്ങളുടേത് ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ഓ, അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങളായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ഒന്നുമില്ല. അങ്ങനെ ആരോടും പറഞ്ഞു നടക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. മാത്യൂസിന്റെ നമ്പർ എൻ്റെ നിന്ന് നഷ്ടമായി. എനിക്ക് അവനെ ഒന്ന് വിളിച്ചു തരുമോ? ഈശ്വര, കുടുങ്ങിയല്ലോ. എന്ത് ചെയ്യും? ആരെ വിളിക്കും? അവനോട് സംസാരിച്ചിട്ട് കുറേ നാളായി. ഒന്ന് വിളിച്ചു തരുമോ പ്ലീസ്? വിളിക്കുമോളെ. ഒരാപത്ത് സമയത്ത് ഞങ്ങളെ സഹായിച്ച ആളല്ലേ, വിളിക്കുമോളെ. ഹലോ. ഹലോ മാത്യൂസ്, ഞാൻ സച്ചിയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. മാത്യൂസോ? അർച്ചനയ്ക്ക് ഇതെന്തു പറ്റി? രാജീവ്, പ്ലീസ് ഹെൽപ്പ്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ മാത്യൂസ്? യെസ്, പറയൂ, എന്തു പറ്റി? എന്റെ ഹസ്ബൻഡ് മാത്യൂസ് സച്ചിയുടെ പഴയ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല. അന്ന് നെല്ലിശ്ശേരിയിൽ നിന്ന് ഇവർക്ക് ഇറങ്ങേണ്ടി വന്നപ്പോ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞ കാര്യമൊക്കെ പറയേണ്ടി വന്നു ഇവർക്ക് മാത്യൂസിന് ഓർമ്മ വരാനായിട്ട്. എന്തിനാ ഈ റിസ്ക് എടുക്കുന്നത്? സച്ചി ഉണ്ടോ അടുത്ത്? ആ ഉണ്ട്. എന്താ, കൊടുക്കണോ? ശരി, സച്ചിക്ക് ഫോൺ കൊടുക്ക്, അത് ഞാൻ ഡീൽ ചെയ്തോളാം. ആ ശരി. ദാ മാത്യൂസ് ഉണ്ട് ലൈനിൽ, സംസാരിക്കാം. ആ ഹലോ മാത്യൂസേ. എന്താടാ സച്ചി, നീ എന്നെ മറന്നോയോ? മാത്യൂസേ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടിപ്പോ ഏതാണ്ട് 10 വർഷത്തോളമായി. അതെ അതെ, അവസാനമായി സംസാരിച്ചത് അന്ന് ആ വീടിന്റെ കാര്യം സംസാരിക്കാനാ. നിന്റെ വീട്ടിൽ നിന്ന് മാറുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ വിളിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഡാ, ആ സമയത്തെ ഞാനും ആയിഷയും തമ്മിലുള്ള കല്യാണം നടന്നു. മാരേജ് കുറച്ച് കോൺട്രവേഴ്സി ആയതുകൊണ്ട് നാടുമായിട്ട് കുറച്ചുനാൾ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഈ 2 മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമേ. എനിക്ക് മനസ്സിലായി. അല്ല, ഇപ്പൊ നീ എങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്? അതൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാം. ഞാൻ 2 മാസം കഴിയുമ്പോൾ നാട്ടിൽ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് വിശദമായിട്ട് കാണാം. എടാ, നിന്റെ സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊന്നും വേണ്ടടാ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് കണ്ട് ചിരിച്ച് മാത്രം പോകാനുള്ളവരല്ല. ഒരു അത്യാവശ്യം വന്നാൽ പരസ്പരം സഹായിക്കാനുള്ളവരാണ്. നിനക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഐഷയുടെ പറഞ്ഞാൽ മതി. പിന്നെ 2 മാസം കഴിഞ്ഞ് വരുമ്പം നമുക്കൊന്ന് കൂടണം, അടിച്ച് പൊളിക്കണം. ശരി, ഫോൺ ഞാൻ ആയിഷയ്ക്ക് കൊടുക്കാം. ആ ഹലോ